നമസ്കാരം ജയറാമേട്ടാ. നമസ്കാരം. 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 ആ നല്ല ടൈറ്റിലൊക്കെ ഉണ്ട്. രസകേശവ മാമൻ ജയറാം. പൊളിച്ച്. പൊളിച്ച്. അതല്ലേ? രസകേശവ മാമൻ ജയറാം അല്ലേ? കറക്റ്റാ. അല്ലേ? എനിക്ക് ജയറാമേട്ടനോടാണ് പറയാനുള്ളത്. ഞാൻ കുറെ നാളെ ഇങ്ങനെ ജയറാമേട്ടനെ കാണാൻ വേണ്ടി നടക്കായിരുന്നു ഇങ്ങനെ. ഇപ്പൊ കണ്ടില്ലേ? അല്ല ഇപ്പോഴത്തെ കയറില്ല, ഞാൻ പണ്ട് കുറെ നാള് മുന്നേ ഇറങ്ങിയതാണ്. വർഷങ്ങളായിട്ട് കലാഭവനിൽ മിമിക്രി കളിക്കണ്ടായിരുന്നു നേരത്തെ. കലാഭവനിൽ മിമിക്രി ചെയ്തിട്ടുണ്ട്. എത്ര 40 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. കലാഭവനിൽ വന്നിരുന്നോ? കണ്ടില്ല. അത്ര 40 വർഷം മുമ്പ് അതല്ലേ? ശരി. പിന്നെ പൊള്ളാച്ചിയിൽ കുറെ പടത്തിന്റെ ഷൂട്ടിംഗ്. പൊള്ളാച്ചിയിൽ എത്രയോ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോയത് മേലേപ്പറമ്പിൽ ആൺവീട്. മേലേപ്പറമ്പിൽ ആൺവീട് നടക്കണേ. അവിടെ വന്നിരുന്നോ? അതെയാ? കണ്ടില്ല. എന്നിട്ടും ഇല്ല. പിന്നെ ചോറ്റാനിക്കര അവിടെ മേളം കൊട്ടിയിരുന്നില്ലേ? ചോറ്റാനിക്കര കഴിഞ്ഞ 10 വർഷമായിട്ട് കൂട്ടുന്നുണ്ട്. ഉണ്ടായിരുന്നല്ലേ? എല്ലാ വർഷവും വരാറുണ്ട്. അവിടെ കണ്ടില്ല? അവിടെ കണ്ടില്ല. എന്താണിത്? ഇതേ പൊള്ളാച്ചിയിൽ എത്രയോ പേര് ഷൂട്ടിംഗ് കാണാൻ വരുന്നു. അവരെല്ലാരും സംസാരിക്കാറുണ്ട്. എന്തിന് ചോറ്റാനിക്കരിൽ എത്ര ആയിരക്കണക്കിന് 10,000 പേരാണ് വരുന്നത്. അവർക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ എന്തിനാ താങ്കൾക്ക് മാത്രം കാണാൻ പറ്റാത്തത്? അല്ല, ഇത് സംഭവം ചേട്ടന്റെ കുഴപ്പമില്ലത്. സംഭവം എന്റെ തന്നെയാണ്. എന്റെ ഒരു ടൈമിംഗ് പ്രശ്നമുണ്ട്. എനിക്ക് ടൈമിംഗ് പ്രശ്നമുണ്ട്. കാരണം ചേട്ടൻ കലാഭവനിൽ മിമിക്രി കളിക്കുന്ന സമയത്ത് ഞാൻ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നു. ചേട്ടനിപ്പോ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ചോറ്റാനിക്കര വന്നു. അല്ല, കലാഭവനിൽ ഞാൻ മിമിക്രി കാണിക്കുന്ന സമയത്ത് പൊള്ളാച്ചിയിൽ എന്നെ കാണാൻ വേണ്ടി അവിടെ പോയെങ്കിൽ ആ സമയത്ത് ഞാൻ സിനിമയിൽ വന്നിട്ടില്ലല്ലോ. ചേട്ടാ, അതാണ് എന്റെ ടൈമിങ്ങിന്റെ പ്രശ്നമെന്ന്. ഇതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ചോറ്റാനിക്കര അന്വേഷിക്കുന്നു. അതെന്താ? അപ്പൊ ഞാൻ ചോറ്റാനിക്കരിൽ മേളം കൊട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇല്ല, ഇത് തന്നെയാണ് എന്റെ ടൈമിങ്ങിന്റെ പ്രശ്നം. എന്റെ കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു. അതെ, 1992 സെപ്റ്റംബർ 7 അന്ന് ഞാൻ ഗുരുവായൂരുണ്ട്. എത്ര ലക്ഷം ആൾക്കാരായിരുന്നു. അപ്പൊ കണ്ടു കാണുമല്ലോ? ഉറപ്പായിട്ടും കാണാൻ പറ്റിയില്ല. അപ്പോഴും കാണാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഗുരുവായൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ. അപ്പൊ ഇവിടെ വെച്ച് എനിക്ക് അതിന് കാണാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വന്ന് കാണണം തോന്നി? അല്ല, ഇപ്പൊ വന്നത് വേറൊന്നുമല്ല. ഇപ്പൊ കുറെ നാളായി നമ്മൾ ഇവിടെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഒന്നില്ലെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരു അവസരം മേടിച്ച് തരണം, അല്ലെങ്കിൽ ചെണ്ട കൊട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തരണം, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും മിമിക്രി ചെയ്യാനുള്ള ഒരു അവസരം. ചുരുക്കത്തിൽ ചേട്ടൻ ഉദ്ദേശിച്ചത് ഒന്നിലും മിമിക്രിക്കാരനാവണം. അതെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെണ്ട പ്രമാണിയാവണം. അല്ലാന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. ഇതിൽ 3. ഈ 3 ആദ്യത്തെ മിമിക്രി നല്ല ടൈമിങ് വേണം അതിന്. അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ താളം. തങ്കടത്തേക്ക് തിന്നെ തങ്കടത്തേക്ക് തരികിടതും തങ്കടത്തേക്ക് തിന്നെ തങ്കടത്തേക്ക് തരികിടതും തങ്കടത്തേക്ക് തിന്നെ തങ്കടത്തേക്ക് ദിം തത്തിക്കിണ്ണതും 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 തദ്ദിങ്കിണത 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 ദിം തരികിടതും 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 തദ്ദിൻ തരികിടതാം ഒന്ന് പറഞ്ഞോ. എന്നാ പിന്നെ മേളക്കാരനാക്കി തരാം. ടൈമിംഗ് സിനിമാക്കാരനാണെങ്കിൽ ഇതിലും കൂടുതൽ ടൈമിംഗ് വേണം. ആണല്ലേ? ഇതിനേക്കാൾ കൂടുതൽ വേണം. അപ്പൊ സ്വന്തം തീരുമാനിച്ചാൽ എനിക്ക് അപ്പൊ ചെയ്യാൻ പറ്റിയ പണി എന്ന് പറഞ്ഞാല് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ചെയ്യണ പണി തന്നെ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഞാൻ അത്യാവശ്യം ഇവിടെ പാരഡിയും പാട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതാണ് നല്ലത്. അപ്പൊ ഞാൻ ജയറാമേട്ടൻ വന്നെ പ്രമാണിച്ചിട്ട് തന്നെ ഞാൻ ചേട്ടനെ അഭിനയിച്ച ഒരു ധ്വനിയില മാനസ നിലയിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പാരഡി ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. വെരി ഗുഡ്. എനിക്ക് മറ്റ് ഒരു സിനിമാക്കാർക്കും കിട്ടാത്ത പല ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഒന്നാണത്. ധ്വനി എന്നുള്ള സിനിമയില് നൗഷാദ് വേറെ ഒരു സിനിമയ്ക്കും സൗത്ത് ഇന്ത്യയിലെ മ്യൂസിക് ഇത് ചെയ്തിട്ടില്ല. ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതിൽ 6 പാട്ടും പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അതെ. ധ്വനിയിലെ പാട്ടിന്റെ പാരഡി ഉണ്ടാക്കുമ്പോൾ അത് എന്താണ് അതിന്റെ തീം? എന്താണ് തീം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മഴക്കാലമൊക്കെ വന്ന സമയത്ത് നമ്മുടെ അറിയാലോ, വെള്ളം പൊങ്ങി വരുമ്പോ ഡാം തുറന്നു വിടും, വെള്ളം കയറുന്നു, വെള്ളപ്പൊക്കം, പ്രളയം, അതൊക്കെ വെച്ചിട്ടുള്ളൊരു തീമാണ് ഞാൻ അതിനെ പിടിച്ചാണ്. വെള്ളപ്പൊക്കമാണ് സംഭവം. ദുരന്തമാണ്. താഴത്തെ നിലയിൽ മലവെള്ളം
സോഫയുടെ അരികിലെത്തി. താഴത്തെ നിലയിൽ മലവെള്ളം ദേ സോഫയുടെ അരികിലെത്തി. ഇടമലയാറ് ഡാം തുറന്നപ്പോ മലവെള്ളം വീട്ടിലെത്തി. നീന്തി ഞാൻ ക്യാമ്പിലെത്തി. താഴത്തെ നിലയിൽ മലവെള്ളം ദേ സോഫയുടെ അരികിലെത്തി. തോടുകളെല്ലാം റോഡുകളായി, റോഡുകളെല്ലാം തോടുകളായി. കാണ നിറഞ്ഞു റോഡു കവിഞ്ഞു, മണ്ണുകൾ മൂടി പുഴകൾ നികന്നു. വീടിൻ ചാരേ ടൈലുകൾ പാകി, വെള്ളം താഴ്ന്നിടാതാ. വീടോ മുങ്ങിടാറാ. താഴത്തെ നിലയിൽ മലവെള്ളം ദേ സോഫയുടെ അരികിലെത്തി. താഴത്തെ നിലയിൽ മലവെള്ളം ദേ സോഫയുടെ അരികിലെത്തി. അപ്പാപ്പനിപ്പ തന്നെ എങ്ങോട്ടേലും ഓടിക്കൊട്ടു. വാശിയും പിടിച്ചും കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. വെള്ളം പൊങ്ങി എല്ലാം മുങ്ങി. ഇടമലയാറ് ഡാം തുറന്നപ്പോ മലവെള്ളം വീട്ടിലെത്തി. ഇടമലയാറ് ഡാം തുറന്നപ്പോൾ വെള്ളം വീട്ടിലെത്തി. ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പെരുവണ്ണാമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഡാം സൈറ്റിലാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുലിയൂർ സരോജ എന്ന് പറഞ്ഞ ഒരു പില്ല ആ മാസ്റ്ററായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫുൾ പാട്ട് ശോഭന തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്തത് സ്വന്തമായിട്ട്. വെരി ഗുഡ് ഡാൻസർ. ശോഭന തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ശോഭനയോട് പറയാം, അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള പാട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ഇതിനൊരു ആളെ പഠിച്ചു വയ്ക്കാൻ പറയാം. താങ്ക് യു.